സ്നേഹവന്ദനം. നാം നമുക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ നമ്മോടുകൂടി മരിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ചെയ്യുന്നതാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു എന്ന് വിശ്വവിഖ്യാതനായ ആൽബർട്ട് പൈൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതവീഥികളിൽ അശരണരായി അലഞ്ഞിരുന്ന ആയിരങ്ങളോട് അലിവ് തോന്നിയ ക്രിസ്തുനാഥന്റെ അനുകമ്പാർദ്ര സ്നേഹത്തിന്റെ സ്പന്ദനങ്ങൾ ഹൃദയ തന്തുവിൽ ഏറ്റുവാങ്ങിയ കർമ്മയോഗിയായിരുന്നു മർത്ത സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക പിതാവായ പെരിയ ബഹുമാനപ്പെട്ട ജോൺ കിഴക്കൂടൻ അച്ഛൻ. അലിവിന്റെ അഞ്ജനം ചാലിച്ച മിഴികളും കാരുണ്യത്തിന്റെ കരലാളനം തീർത്ത ജീവിതശൈലിയുമായി കരുതലിന്റെ ക്രിസ്തു സ്നേഹം പകരുന്ന പുണ്യജീവിതത്തിനുടമയായ സ്ഥാപക പിതാവിന്റെ സ്വർഗപ്രാപ്തിയുടെ 65ാം ഓർമ്മദിനം ആചരിക്കുമ്പോൾ സുവിശേഷത്താളുകളിൽ ക്രിസ്തുനാഥൻ പരിചയപ്പെടുത്തിയ നല്ല ഇടയന്റെ മിഴിമാർന്ന ആ ചിത്രത്തിന്റെ ആൾരൂപമായി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മനുഷ്യസ്നേഹിയുടെ പേരാണ് പെരിയ ബഹുമാനപ്പെട്ട ജോൺ കിഴക്കൂടൻ അച്ഛൻ. താപസ്വിയായ സ്നാപക യോഹന്നാനെ പോലെ 20 നൂറ്റാണ്ടിനിപ്പുറം ദൈവവിചാരങ്ങൾ സ്വന്തമാക്കി പ്രവാചക ധീരതയോടെ ആടുകളുടെ മണമുള്ള ഇടയനായും ആലകൾക്കപ്പുറമുള്ള അഗതികളുടെ പിതാവായും മാറിയ ജോണച്ചന്റെ ജീവിത ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഇന്നിന്റെ കാലഘട്ടത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര വെളിച്ചം പോലെ മർത്ത സന്യാസിനി സമൂഹത്തിലൂടെ സാർത്ഥകമായി കൊണ്ടിരിക്കുന്നു. എത്ര വലിയ ഭൗതിക ഞെരുക്കങ്ങളിലും എല്ലാം തമ്പുരാൻ നടത്തിക്കൊള്ളും എന്ന ബോധ്യം ജീവശ്വാസം പോലെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ദൈവം തിരുമനസ്സാകാതെ യാതൊന്നും സംഭവിക്കുന്നില്ല, നമുക്കാവുന്നത് ചെയ്യുക, ബാക്കിയുള്ളത് ദൈവം ചെയ്യും എന്ന് തുടങ്ങിയ ആത്മീയ ബോധ്യങ്ങളിൽ അടിത്തറ പാകി വിശുദ്ധിയുടെ നടപടികൾ വിശ്വസ്തയോടെ നടന്നു പൂർത്തിയാക്കാൻ ശ്രമിച്ച പുണ്യപിതാവിന്റെ സുഹൃത ജീവിതമാണ് മർത്ത സന്യാസിനി സമൂഹത്തിന്റെ മൂലധനവും അടിസ്ഥാനവും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന തന്റെ പ്രഥമ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറഞ്ഞു വെച്ചതുപോലെ വലിയ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും ഉൾപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തിൽ നിന്നും നൈരാശ്യത്തിൽ നിന്നും വിശ്വാസത്തിന്റെ ആനന്ദം ശാന്തവും സുവ്യക്തവുമായ പ്രത്യാശയായി പുനരുജ്ജീവിപ്പിക്കണമെന്ന് കരുതി വെക്കാൻ അധികമില്ലാത്ത ദരിദ്ര ജനങ്ങളിലാണ് ആനന്ദത്തിന്റെ പൂർണ്ണത കാണുവാൻ സാധിച്ചിട്ടുള്ളത് എന്ന് വർഷങ്ങൾക്ക് മുൻപേ തിരിച്ചറിഞ്ഞ് ജീവിച്ച് കടന്നുപോയ പുണ്യപിതാവിന്റെ വിശുദ്ധ സ്നേഹത്തിന്റെ പരിമളം നാം ജീവിക്കുന്ന അന്തരീക്ഷത്തെയും സുഗന്ധപൂരിതമാക്കുന്നുണ്ട്. ജീവിത സൗകര്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ബാഹുല്യത്തെക്കാൾ സനാതന മൂല്യങ്ങളുടെ സ്വാംശീകരണവും പരിശീലനവുമാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ വെല്ലുവിളി എന്ന് മനസ്സിലാക്കി സഹചരെ സഹാനുഭൂതിയോടും സതീർത്ഥ്യരെ സത്യസന്ധതയോടും കൂടി സ്നേഹിക്കാൻ തുറവിയുള്ള ഹൃദയം സ്വന്തമാക്കി ദൈവകൃപയുടെ അഭിഷേകം വിതരണം ചെയ്യാൻ കാലത്തിനു മുൻപേ വിശുദ്ധിയുടെയും വിശ്വസ്തതയുടെയും പാത വെട്ടി തുറന്ന ക്രാന്തദർശിയായ നമ്മുടെ സ്ഥാപക പിതാവിന്റെ സ്നേഹച്ചുവടുകളെ നമുക്ക് സ്നേഹപൂർവ്വം അനുധാവനം ചെയ്യാം. ഏവർക്കും നന്ദി.